വെൽക്കം ബാക്ക് ടു ജെയിം അക്കാഡമി. ഇന്നത്തെ എൻഗ്ലെക് സാറിന്റെ വീഡിയോയിൽ ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്താണെന്നും എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ വീഡിയോയിലേക്ക് കടക്കാം. സോ നമുക്ക് ആദ്യം ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കാം. ദ നഴ്സ് ഇസ് പ്ലാനിങ് കെയർ ഫോർ എ ക്ലയൻറ്റ് വിത്ത് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ഹു ഹാസ് അറ്റാക്സിയ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻ്റർവെൻഷൻസ് ഷുഡ് ദ nurse include in the client's plan of care? Add thickener to thin liquids for the client. Obtain a referral to a physical therapist for the client. Face the client directly when speaking with the client. Provide a board with pictures to help the client communicate needs. സോ ഇവിടെ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഈ പേഷ്യൻറ്റിന് അറ്റാക്സിയ ഉണ്ട്. സോ നോർമലി മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്താണ് എന്ന് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റം കണ്ടീഷനാണ്. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ് അല്ലേ. മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ഉള്ള പേഷ്യൻറ്റിന് ബോഡിയിൽ നംനെസ് ഫീൽ ചെയ്യും, വീക്ക്നെസ് ഫീൽ ചെയ്യും, വിഷൻ പ്രോബ്ലംസ് ഉണ്ടാകും, ബാലൻസ് ആൻഡ് കോർഡിനേഷനിൽ ഇഷ്യൂസ് ഉണ്ടാകും, പെയിൻ ഉണ്ടാകും, ബവൽ ആൻഡ് ബ്ലാഡർ പ്രോബ്ലംസ് ഉണ്ടാകും, മൂഡിന് ചേഞ്ചസ് ഉണ്ടാകാം, സ്വാളോയിങ്ങിൻ്റെ ഡിഫിക്കൽട്ടീസ് ഉണ്ടാകാം, സീഷേഴ്സ് ഉണ്ടാകാം, ഡിസിനസ് ഉണ്ടാകാം. അങ്ങനെ പല സിസ്റ്റത്തിൽ പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സിംറ്റംസ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്നൊരു കണ്ടീഷനുണ്ട്. സോ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്നൊരു കണ്ടീഷന് ബവൽ ആൻഡ് ബ്ലാഡർ പ്രോബ്ലം ഉണ്ട്, സ്വാളോയിങ് ഡിഫിക്കൽട്ടി ഉണ്ട്, സ്പീച്ച് പ്രോബ്ലം ഉണ്ട്, വിഷൻ പ്രോബ്ലം ഉണ്ടെന്നെല്ലാം നമ്മൾ പറഞ്ഞു അല്ലേ. സോ ഇവിടെ ആഡ് തിക്കനർ ടു തിൻ ലിക്വിഡ്സ് ഫോർ ദ ക്ലയൻറ്റ് എന്ന് പറയുന്നത് എന്തിനാണ് ലിക്വിഡ്സ് തിന്നാക്കുന്നത്? സ്വാളോയിങ് ഇഷ്യൂസ് കറക്റ്റ് ചെയ്യാനാണ് അല്ലേ. സോ ഇതൊരു കറക്റ്റ് ഓപ്ഷനാണ്, കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. മൾട്ടിപ്പിൾ സ്ക്ലീറോസിസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആൻസർ ആണ് അല്ലേ. അതുപോലെ തന്നെ പേഷ്യൻറ്റിന് സ്പീക്കിങ്ങിന് ഇഷ്യൂസ് ഉണ്ടാകാം. സോ ഫേസ് ദ ക്ലയൻറ്റ് ഡയറക്ട്ലി വെൻ സ്പീക്കിംഗ് വിത്ത് ദ ക്ലയൻറ്റ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസിനെ ആസ്പെക്ട് ചെയ്ത് കറക്റ്റ് ആൻസർ ആണ്. അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ടാകാം അല്ലേ. സോ പ്രൊവൈഡ് എ ബോർഡ് വിത്ത് പിക്ചേഴ്സ് ടു ഹെൽപ്പ് ദ ക്ലയൻറ്റ് കമ്മ്യൂണിക്കേറ്റ് നീഡ്സ്. സോ ഇതും കറക്റ്റായിട്ട് വരാം. ഓക്കെ. അതുപോലെ തന്നെ പേഷ്യൻറ്റിന് നംനെസ് വീക്ക്നെസ് ഒക്കെ ഉണ്ടാകുമെന്ന് നമ്മൾ പറഞ്ഞു. സോ ഫിസിക്കൽ തെറാപ്പിസ്റ്റിൻ്റെ അസിസ്റ്റൻസും വേണ്ടി വരാം. ഇവിടെ നമ്മൾ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഓപ്ഷനും ഇവിടെ കറക്റ്റാണ്. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്? ഇവിടെ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്താണെന്ന് ആലോചിച്ച് അതിൻ്റെ ഇൻ്റർവെൻഷൻ അല്ല നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഇവിടെ അറ്റാക്സിയ എന്ന് പറയുന്നൊരു സിംറ്റം ഉണ്ട്, അതിൻ്റെ ഇൻ്റർവെൻഷൻ മാത്രമാണ് നമ്മളിവിടെ ചൂസ് ചെയ്യേണ്ടത്. സോ അറ്റാക്സിയയിൽ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ അറ്റാക്സിയ എന്ന് പറയുന്നത് മസിൽ കോർഡിനേഷൻ്റെ ലോസും ബാലൻസിൻ്റെ പ്രോബ്ലവും ഗെയ്റ്റ് അൺസ്റ്റഡി ആകുന്നതൊക്കെയാണ് അല്ലേ. അതായത് പേഷ്യൻറ്റിന് ഫ്രീക്വൻ്റ് ആയിട്ട് ഫോൾ ഉണ്ടാകാം. ഓക്കെ. സോ അൺസ്റ്റഡി ഗെയ്റ്റ്, പുവർ മസിൽ കോർഡിനേഷൻ, ബാലൻസ്. സോ ബാലൻസ് കുറയുന്നു, ഗെയ്റ്റ് അൺസ്റ്റഡി ആണ്, മസിൽ കോർഡിനേഷൻ കുറവാണ്. ഇതൊക്കെ കൊണ്ട് പേഷ്യൻറ്റിന് ഫോൾ ഉണ്ടാകാം. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് അറ്റാക്സിയയിൽ നമ്മൾ ചെയ്യേണ്ടത്. സോ അറ്റാക്സിയയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ തിൻ ലിക്വിഡ്സ് ആക്കുക എന്നുള്ളത് അറ്റാക്സിയ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം അല്ല. അതുപോലെ തന്നെ സ്പീക്കിംഗ് പ്രോബ്ലമോ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലമോ അറ്റാക്സിയ ഉള്ളൊരു പേഷ്യൻറ്റിനില്ല. സോ ഫിസിക്കൽ തെറാപ്പിസ്റ്റിൻ്റെ റെഫറലാണ് ഈ പേഷ്യൻറ്റിന് വേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ നമുക്ക് ഓപ്ഷൻ 2 കറക്റ്റായിട്ട് ചൂസ് ചെയ്യാം. ഓക്കെ. സോ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിലൊരു കണ്ടീഷൻ കാണും, ചിലപ്പോൾ സിംറ്റം കാണും, ചിലപ്പോൾ ആ കണ്ടീഷൻ്റെ കോംപ്ലിക്കേഷൻ ഉണ്ടാകും, അതിൻ്റെ ഇൻ്റർവെൻഷൻ ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഉണ്ടാകുന്നത്. ഇതിലേത് കാര്യമാണ് കൊടുത്തിരിക്കുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആൻസർ കറക്റ്റ് സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. ഇവിടെ ഇതൊരു ഡയഗ്നോസിസും അറ്റാക്സിയ ഒരു സിംറ്റവുമാണ്. സോ നമ്മൾ സിംറ്റത്തിൽ ഫോക്കസ് ചെയ്തു. ചിലപ്പോൾ ഒരു ഇൻ്റർവെൻഷൻ കൊടുത്തിട്ട് ആ ഇൻ്റർവെൻഷൻ്റെ കോംപ്ലിക്കേഷൻ കൊടുക്കും. അപ്പോൾ നമ്മൾ ആ കോംപ്ലിക്കേഷനിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ചിലപ്പോൾ ഇൻ്റർവെൻഷൻ മാത്രമായിരിക്കും കൊടുക്കുക. അപ്പം ചിലപ്പോൾ ആ ഇൻ്റർവെൻഷനിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് നമ്മൾ തിങ്ക് ചെയ്തെടുക്കണം എന്തായിരിക്കും ഈ ഇൻ്റർവെൻഷൻ്റെ കോംപ്ലിക്കേഷൻ എന്നുള്ളത്. സോ ഇവിടെ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസിൽ ഒരുപാട് ഫോക്കസ് ചെയ്ത് ആൻസർ തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. ഒരുപാട് സമയമെടുക്കും ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ. സോ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു രീതിയിലാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. കറക്റ്റായിട്ട് ക്വസ്റ്റ്യനിൽ എന്തിൽ ഫോക്കസ് ചെയ്യണം എന്നറിഞ്ഞിട്ട് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ആൻസറിലോട്ട് പെട്ടെന്ന് കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് എത്താനായിട്ട് സാധിക്കും. സോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ സെക്കൻഡ് 1 ആണ്. അത് എന്തുകൊണ്ടാണ് വന്നതെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. വളരെ ഈസിയാണ് എൻഗ്ലെക് സാറിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട്. കറക്റ്റ് ആയിട്ട് എങ്ങനെ തിങ്ക് ചെയ്യണം, എന്ത് സ്ട്രാറ്റജി യൂസ് ചെയ്യണം, എവിടെ ഫോക്കസ് ചെയ്യണം എന്ന് അറിഞ്ഞിരുന്നാൽ മതി. പലരും ഒരുപാട് തിയറി പഠിച്ചിട്ടും മൾട്ടിപ്പിൾ സ്ക്ലീറോസിസിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയുമായിരിക്കും. പക്ഷേ അതിനെപ്പറ്റി നമ്മൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിനെപ്പറ്റി ഒരുപാട് തിങ്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ വളരെ എളുപ്പത്തിൽ നമ്മളിവിടെ അറ്റാക്സിയയിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഓപ്ഷൻ 1, 3, 4 അറ്റാക്സിയുമായിട്ട് റിലേറ്റഡ് അല്ല എന്ന് മനസ്സിലാക്കി എലിമിനേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.